വടകരയിൽ ശുചിത്വ ലംഘനത്തിനെതിരെ നഗരസഭയുടെ കർശന നടപടി. പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിൽ MRA ഹോട്ടലിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തി. അധികൃതർ സ്ഥാപനം അടപ്പിച്ചു. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ MRA ഹോട്ടലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തി. കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കിയ MRA ഹോട്ടൽ അധികൃതർ അടപ്പിച്ചു. കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുമ്പോൾ കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയം അടച്ചുപൂട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. സ്ഥാപനങ്ങളിൽ നിന്നും ഓവുചാലുകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനു മാധ്യമങ്ങളോട് പറഞ്ഞു. വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ MRA എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പെയാണ് ഹൈവേ അതോറിറ്റിയുടെ പണി നടന്നുകൊണ്ടൊക്കെ വാഗാട് ജോലി നടക്കുന്ന സമയത്ത് കുഴിയെടുത്തപ്പോഴാണ് നഗരസഭയുടെ ഓവിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകുന്നതായി കാണപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം നടപടി സ്വീകരിച്ചിട്ടുള്ളത് നഗരസഭ ലീഫിന് കൊടുത്തിട്ടുള്ള നഗരസഭാ കൺഫർട്ടാണ്. ആ കൺഫർട്ട് പരിശോധന നടത്തി ഇതുപോലെ JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയതിന്റെ ഭാഗമായി ആ കക്കൂസ് ടാങ്കിന്റെ മൂന്നാമത്തെ അറയിൽ നിന്നും ഓവർഫ്ലോ ആയി നഗരസഭയുടെ ഓവിലേക്ക് വെള്ളം തള്ളുന്നതായിട്ട് കാണപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആ കക്കൂസ് നടത്തിപ്പുകാരനെ നോട്ടീസ് നൽകുകയും അതിന്റെ പിഴ ചുമത്തുകയും അവിടെ നിലവിൽ കെട്ടിക്കിടക്കുന്ന ഏകദേശം 6500ഓളം ലിറ്റർ വരുന്ന കക്കൂസ് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കക്കൂസ് ടാങ്കിന് പുറത്തായി സ്ഥാപിച്ചിട്ടുള്ള 4 അനധികൃത കക്കൂസുകൾ പൊളിച്ചു മാറ്റുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ അവിടെ പൂർണ്ണമായി അടച്ചതിന് ശേഷവും ഈ ഓവിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ കൂടുതൽ ഒഴുകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വടകര നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നഗരസഭയും കൂടിച്ചേർന്നുകൊണ്ട് ഈ ഉറവിടം പൂർണ്ണമായി കണ്ടെത്തുക എന്നുള്ളതാണ് നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം. അതിന്റെ ഭാഗമായി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ മുഴുവൻ ഓവുകളിലും ഈ പരിശോധന നടത്തിക്കൊണ്ട് ഒരു തുള്ളി കക്കൂസ് മാലിന്യവും ഓവിലേക്ക് തള്ളാത്ത രീതിയിലേക്കുള്ള ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലും ഓവുകളിലൂടെ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അനധികൃതമായി ഏതെങ്കിലും സ്ഥാപന ഉടമ ഈ ഓവിലേക്ക് പൈപ്പുകൾ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാത്രമല്ല ഇപ്പം MRAയുടെ തൊട്ട് പിറകിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. MRAയുടെ കക്കൂസ് ടാങ്ക് ലൈവായി ഈ ഓവിലേക്ക് തള്ളുകയാണ്. 100-200ഓളം ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വരുന്ന നിരവധി ആളുകൾ ഈ കക്കൂസ് ഉപയോഗിക്കുന്ന ഈ കക്കൂസ് ടാങ്ക് പൂർണ്ണമായി ഓവിലേക്ക് തള്ളിക്കൊണ്ട് ഈ പ്രദേശത്തെ മൊത്തം വെല്ലുവിളിച്ച സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ കരിമനത്തോട് സംരക്ഷണ സമിതി എന്ന രീതിയിൽ ഒരു പ്രദേശത്തിന്റെ ഒരു പൊതുവികാരമാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിന് ഇടപെടുന്ന കരിമനത്തോട് സംരക്ഷണ സമിതി ഇതുപോലുള്ള വൻകിട ആളുകൾ അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യാതെ ഈ നഗരസഭയുടെ ഓടയിലേക്ക് തള്ളുകയാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു കാരണവശാലും ഇതുപോലുള്ള ഒരു പ്രവൃത്തിയും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനം ഈ മിഷനിൽ വെച്ചുകൊണ്ട് ഈ പരിശോധന വടകര പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ഇങ്ങോട്ട് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒഴുകുന്ന മാലിന്യങ്ങൾ പരിശോധിക്കാനും പല സ്ഥാപനങ്ങളുടെ പേരുകൾ നഗരസഭയ്ക്ക് ഈ പരിസരവാസികളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കരിമനത്തോട് സംരക്ഷിക്കുന്ന രീതിയിലേക്കും കരിമനത്തോടിന്റെ ഇരു കരയിലും ജീവിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ആ മേഖലയിലുള്ള ആളുകൾക്ക് രോഗത്തിന് വിധേയമാകാത്ത രീതിയിൽ നഗരസഭ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുടെയും നിലപാടുകളുടെയും ഭാഗമായിട്ടാണ് ഇന്ന് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഈ പരിശോധന നടക്കുന്നത്. കരിമനത്തോട്ടിൽ പോകുന്ന മാലിന്യത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം, അത് പരിഹരിക്കണമെന്ന പ്രതിപക്ഷ കൗൺസിലർമാരുടെയും പ്രതിപക്ഷ പാർട്ടിക്കാരുടെയും ഒക്കെ ശക്തമായ നിലപാടിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും
പ്രശ്നങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ശക്തമായ പരിശോധന നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇവിടെ കണ്ടെത്തുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിലെ എല്ലാ ഓടയും പരിശോധിക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്ത് അടുത്ത മഴക്കാലമാകുമ്പോഴേക്ക് ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഇല്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ധർണകളും പ്രതിഷേധ സമരങ്ങളും പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഇടപെട്ട് അവരുടെ നിലപാടുകളും ഒക്കെ വിജയം കണ്ടു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ പരിശോധനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 25 വർഷത്തിന് മുകളിലായി ഇവിടെയുള്ള പുതിയ സ്റ്റാൻഡിലെ ഡ്രൈനേജുകൾ വൃത്തിയാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ കൗൺസിൽ ഭരണസമിതി വന്ന സമയം മുതൽക്കേ ഞങ്ങൾ പറയുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അവിടെ പരിശോധിക്കേണ്ടതുമായിട്ട് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇതൊക്കെ ഉള്ള ഒരു വിജയം തന്നെയാണ് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള ഓടകളും ഒക്കെ പരിശോധിക്കണം. എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ വരുന്നത് അത് കൃത്യമായി കണ്ടെത്തുകയും അതിനെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.